ചായ. മോനെ ശീലമില്ലെങ്കിൽ എവിടെയെങ്കിലും ഒതുക്കിട്ട് കുടിക്കാട്ടോ. വേണ്ടക്ക, ഇതൊക്കെ ശീലമാണ്. ദുബായില് അളിയൻ്റെ ആദ്യത്തെ സ്റ്റുഡിയോ 8 നിലയെ പൊട്ടി. കിടക്കാൻ പോലും ഒരു സ്ഥലമില്ലാത്തൊരവസ്ഥയായിരുന്നു. എല്ലാം നിർത്തിയിട്ട് തിരിച്ച് നാട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടതെല്ലാം ഇവിടെ നിന്ന് തന്നെ തിരിച്ചു പിടിക്കണം അളിയൻ പറഞ്ഞു. പിന്നെ ആരെയൊന്നും അറിയിക്കാൻ നിന്നില്ല. ഞാനും കട്ടയ്ക്ക് അളിയനോടൊപ്പം കൂടി. അന്ന് അളിയന് പഴയൊരു കാറുണ്ടായിരുന്നു. അതിലായിരുന്നു കിടപ്പും ഭക്ഷണം കഴിക്കലൊക്കെ. അവിടെ നിന്ന് അങ്ങോട്ടൊരു 2 വർഷം നിലം തൊടാതെ പണിയെടുത്തു. കടവും വീട്ടി, പോയ സ്റ്റുഡിയോയും തിരിച്ചു പിടിച്ചു, എല്ലാം സെറ്റാക്കി. അന്ന് ഞാൻ എൻ്റെ അളിയനിൽ കണ്ടൊരു തീയുണ്ടല്ലോ, അത് തന്നെയാണ് ഞാൻ ഇക്കയിലും ആമേരയിലൊക്കെ കാണുന്നത്. കഷ്ടപ്പെട്ട നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ലാന്നേ. ഒന്ന് ആഞ്ഞു പിടിച്ചാല് കൂടെ നിൽക്കാൻ കൂട്ടായിട്ട് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഒക്കെ ശരിയാവും. അതേക്ക് നമുക്കൊന്ന് ആഞ്ഞു പിടിക്കും, എല്ലാം ശരിയാവും. മോനെ കേറി വാ, ഒരു ചായ കുടിച്ചിട്ട് പോ. കുഴപ്പമില്ല. പിന്നെ അതെ, വലിയ പോസ്റ്റർ വേണമെങ്കിൽ ഉമ്മ നല്ല ഏലക്കിട്ട ചായ ഉണ്ടാക്കി തരും. ചായ കുടിക്കാൻ ഒരേയുള്ളവരൊക്കെ കൂട്ടിക്കൊണ്ട് വരാം, അപ്പ തന്നാ. പിന്നെ ഉമ്മ ഉണ്ടാക്കിയ ചായ വേണ്ട. പിന്നെ അല്ല, ആമിറ ഇട്ട ചായ. അയ്യടാ, ഞാൻ ഉണ്ടാക്കിയത് മോൻ കുറെ കുടിക്കും. പോവാ നോക്ക്. വിട്ട എന്നാ കുറച്ച് കഴിഞ്ഞിട്ടാവാല്ലേ? ആയിക്കോട്ടെ. തല തന്നെയല്ലേ. നീണിട്ട് പോമാ. ഇതെന്താണിക്കാ ഈ നേരത്തെ ഒരു ചായ കുടി? ഏയ്, ഉറക്കം വന്നില്ല. അനക്ക് വേണ്ട ചായ? എന്താണിക്കാ, പോയ കാര്യം നടക്കൂലേ? അതൊക്കെ ശരിയാവും, ഓർഡറും വരും. അതല്ല, പുതിയ പടികൾ കയറുമ്പോഴേക്കും കൂടുതൽ മുന്നൊരുക്കങ്ങൾ വേണമല്ലോ. അതാ കമ്പനി തുടങ്ങാനുള്ള കാശെല്ലാം ഞാൻ സുരുക്കൂട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് പോരല്ലോ. കമ്പനി വളരുമ്പോൾ സാമ്പത്തികമായിട്ട് ചില താങ്ങൊക്കെ നമുക്ക് ആവശ്യം വരും. വർക്കിച്ചായൻ അങ്ങേരൊന്നും കൂട്ടിയാൽ കൂടുന്ന കേസല്ല. പിന്നെ വേറൊരാളുണ്ട്. ആര്? ഒരു സുലൈമാൻ സേട്ട്, ബോംബെയിൽ വെച്ചുള്ള പരിചയമാണ്. ഒന്ന് പറഞ്ഞാൽ മതി, എല്ലാത്തിനും കൂടെ നിൽക്കുകയും ചെയ്യും. സമയമാട്ടെ.